ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നാളെ മണ്ഡലക്കാലം തുടങ്ങുകയാണ്. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അഡ്വക്കേറ്റ് കെ രാജു ദേവസ്വം ബോർഡ് അംഗമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഈ അടുത്ത ദിവസം നമ്മൾ തമിഴ്നാട്ടിലുള്ള 2-3 സുഹൃത്തുക്കൾക്കിടയിൽ വെച്ച് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ വല്ലാതെ വിഷമിക്കുന്നത് ഞാൻ കണ്ടു. കാര്യം ശബരിമലയിൽ എല്ലാ വർഷവും വന്ന് തൊഴുതു മടങ്ങുന്ന ഭക്തജന സംഘമാണത്. അപ്പം ശബരിമലയിൽ വരുന്ന കർണാടകത്തിൽ നിന്നും തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ തന്നെ ശബരിമല എന്ന് പറയുന്ന സത്യത്തിൽ വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭക്തർ എന്നുള്ളതിൽ അവർക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ശബരിമലയിലെ കുറേ വിവാദങ്ങൾ മല കയറിയിട്ടുണ്ട്. ഈ വിവാദങ്ങളൊക്കെ മല ഇറങ്ങണം, ഇല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ മനസ്സിനെയൊക്കെ അത് വല്ലാതെ ബാധിക്കും. ഒരു ഭക്തജന പ്രവാഹം ശബരിമലയിൽ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവരുടെ താല്പര്യം കൂടി നമ്മൾ എടുക്കണം. ഈ പുഴുക്കുത്തുകളെ ഒഴിവാക്കുമെന്ന് കെ ജയകുമാർ IAS പറഞ്ഞിട്ടുണ്ട്. പുതിയ പ്രസിഡന്റിന് ശബരിമലയിൽ കാര്യമായി ഒരു മാറ്റം വരുത്താൻ കഴിയട്ടെ. അവിടെ അവതാരങ്ങളുണ്ട് എന്ന് പറയുന്നു. ഈ അവതാരങ്ങളുണ്ടെങ്കിൽ ഈ അവതാരങ്ങളെല്ലാം മലയിറങ്ങാനുള്ള സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കണം. അതുപോലെ തന്നെ പുതിയ ബോർഡ് ശബരിമല എന്ന് പറയുന്ന ഇത്രയധികം ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന സ്ഥലം സംശുദ്ധമാക്കാനുള്ള എല്ലാ പ്രവർത്തനവും അവർ നടത്തട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുന്നു. പ്രൈം ടൈം ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമുക്ക് വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു RSS നേതാവ് ജീവനൊടുക്കിയെന്ന വാർത്തയാണ് വൈകുന്നേരം നടുക്കമുണ്ടാക്കിയത്. തൃക്കണ്ണാപുരത്തെ ആനന്ദ് കെ തമ്പിയാണ് മരിച്ചത്. BJP RSS നേതൃത്വത്തിനെതിരെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ചാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ആനന്ദ് ഇന്നലെ ശിവസേനയിൽ അംഗത്വമെടുത്ത് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വളരെ വിഷമമുണ്ട്. പക്ഷേ ജില്ലാ പ്രസിഡന്റ് ഞാൻ സംസാരിച്ചു, കരമന ജയന്തിയോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. വീഴ്ചയല്ല, ഇത് എന്താണ് കാരണം നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കണം, അത് ഞങ്ങളുടെ കടമയാണ്. അത് കണ്ടുപിടിക്കും, അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്, സങ്കടമുണ്ട്. ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് 24 പറഞ്ഞു. കടുത്ത മാനസിക പ്രയാസം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന നിലയിലാണ് അദ്ദേഹം ഈ കത്തെഴുതിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതാണ്. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണോ മരണം സംഭവിച്ചിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് പരിശോധിക്കപ്പെടേണ്ടെന്ന കാര്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുന്നു. സുജിത്ത്, ഇത്തരം ഭീഷണികളോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഇതിനൊരു അദ്ദേഹത്തിനെ മരണത്തിലേക്ക് നയിച്ച പ്രശ്നങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ സംഭവിച്ചിട്ടുള്ളത്? SKN ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് വീടിന് സമീപത്തെ ഷെഡിൽ ആനന്ദിനെ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ വീട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് ആനന്ദിന്റെ സുഹൃത്തുക്കൾ എത്തിയാണ് ഇടപ്പഴിഞ്ഞ് SK ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ഇവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. ഈ ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി പറയുന്നത് ഈ സ്ഥാനാർത്ഥിയാകാൻ താൻ ആഗ്രഹിച്ചിരുന്നു. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി തൃക്കണ്ണപുരത്ത് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇക്കാര്യം RSS BJP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് നേതൃത്വം വഴങ്ങിയില്ല. പകരം മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ ഇവിടുത്തെ മണ്ണു മാഫിയയാണ് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ BJPയിലെ മണ്ണു മാഫിയ സംഘമാണ് തന്റെ ആത്മഹത്യ കാരണമെന്നും ആത്മഹത്യക്കുറിപ്പിൽ ചിലരുടെ പേരുകളും എടുത്തു പറയുന്നുണ്ട്. ആലപ്പുറം കുട്ടൻ എന്ന ഉദയകുമാർ, അതുപോലെ മണ്ഡലം കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ, RSS നഗർ കാര്യവാഹക് രാജേഷ് എന്നിവർ മണ്ണു മാഫിയയാണ്. ഇവരുടെ കാര്യങ്ങൾക്ക് കൂട്ടുപിന്നിൽക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ചെയ്തത്. ഇതിൽ താൻ ഏറെ മനസ്സിൽ വിഷമം
അനുഭവിക്കുന്നുണ്ട്. ഈ RSSന്റെയും BJPയുടെയും പ്രവർത്തകനായി താൻ ബാല്യകാലം മുതൽ RSSൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ്. വിവിധ മേഖലകളിൽ RSSന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തന്നെ തഴഞ്ഞതിൽ തനിക്ക് ഏറെ വിഷമമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നേതാക്കന്മാരിൽ പലരും തൻ്റെ കയ്യിൽ നിന്നും വലിയ രീതിയിലുള്ള പണം വാങ്ങിയിട്ടുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും തനിക്ക് വലിയ രീതിയിലുള്ള അവഗണന ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ ഭാര്യ അടക്കം താൻ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചപ്പോൾ ഇതിനെ എതിർക്കുകയും വലിയ രീതിയിൽ അമർഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ തന്നെയാണ് തൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ആനന്ദ് ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ RSS താൻ ഏറെ വിശ്വസിച്ചിരുന്ന RSS എന്ന പ്രസ്ഥാനം തന്നെ കൈവിട്ടു എന്ന രീതിയിലും അദ്ദേഹം പറയുന്നു. അതായത് ഞാനൊരു RSS പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത്, അത് തന്നെയാണ് എനിക്കിന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകരുത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നതും. ഏതായാലും ഈ ഒരു സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആനന്ദ് തൃക്കണ്ണാപുരത്ത് മത്സരിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് ഇന്നലെ ശിവസേനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ശിവസേന സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും തീരുമാനിച്ചിരുന്നു. പക്ഷേ നാട്ടിലും വീട്ടുകാരിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള അവഗണന നേരിടുകയും ഒപ്പം BJP പ്രവർത്തകർ തന്നെ പിന്നിൽ നിന്ന് കുത്തി, അതായത് തനിക്ക് സ്ഥാനാർത്ഥിത്വം ഉണ്ടാകാതിരിക്കാൻ ഇവിടെ മണ്ണു മാഫിയയ്ക്ക് വേണ്ടി RSS BJP നേതൃത്വം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ചില മനോവിഷമങ്ങൾ കൂടിയാണ് ഈ ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ഉള്ളത് ഇടപ്പഴിഞ്ഞിലെ SK ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിയോടുകൂടിയാകും ഇവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം എത്തിക്കുക. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ. പ്രധാനമായും തൻ്റെ മൃതദേഹം BJP RSS നേതാക്കൾ കാണാൻ അനുവദിക്കരുത് എന്നുള്ള ഈ കാര്യങ്ങൾ കൂടി ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. SK. ഓക്കെ, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ ആനന്ദ് കെ തമ്പി. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ള കാരണം തൃക്കണ്ണാപുരം വാർഡിലെ BJP ഏരിയ പ്രസിഡന്റായിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജകമണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSന്റെ നഗരകാര്യവാഹ രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയാണ്. ഇങ്ങനെ തുടങ്ങുന്ന ആത്മഹത്യാക്കുറിപ്പാണ്. എന്തായാലും എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച സംഭവങ്ങളെന്ന് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. കാരണം ഒരാൾ ശിവസേനയിൽ ചേരുന്നു, അതിൻ്റെ പിറ്റേ ദിവസം അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിലേക്ക് എന്തെങ്കിലും കുറേ ദുരൂഹമായ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ അന്വേഷണം നടക്കട്ടെ. നമ്മൾ അതിനെക്കുറിച്ചൊരു ജഡ്ജ്മെൻ്റ് ഇടുന്ന ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒഴിയുന്നു. അതേസമയം ശരിക്കും അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. വിനീത് നാരായണൻകുട്ടി പറയുന്നു, മണ്ഡലക്കാലം ആരംഭിക്കുന്ന മറ്റന്നാളല്ലേ, അല്ല നാളെയാണ്. നാളെ വൈകുന്നേരം നട തുറക്കുമെന്നാണ് അറിയുന്നത്. വിനീത് വേണമെങ്കിൽ കൂടുതൽ കാര്യം ശബരിമലയുമായി ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്ന, അതായത് വെള്ളക്കോളർ ഭീകരത എന്ന് പറയുന്നൊരു സംഭവം ഇന്ത്യയിൽ വേരി പിടിക്കുന്നു എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇന്നും ഉണ്ടായി. ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായ സ്ഫോടനത്തിൽ അറസ്റ്റും പരിശോധനകളും തുടരുന്നു. അതിൻ്റെ ഭാഗമായി ഡോക്ടർ ഉമർ നബിയുമായി ബന്ധമുള്ള 3 ഡോക്ടേഴ്സിനെ കൂടി NIA അറസ്റ്റ് ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ചു. കാര്യം വിവരവും വിദ്യാഭ്യാസവും വിജ്ഞാനവും ഉള്ള ആളുകളൊക്കെ തന്നെ മനുഷ്യനെ കൊലപ്പെടുത്താനും കൊന്നൊടുക്കാനുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുന്നു. അവർ ഇതെല്ലാം കൃത്യമായി നടപ്പാക്കുന്നു എന്നുള്ളത് അതിനെ വെള്ളക്കോളർ ടെററിസം എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അത് നിഷ്ഠൂരമായ കർമ്മമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഇത് കുറേ മണിക്കൂറുകളോളം ഡൽഹിയിലെ കനോട്ട് പ്ലേസ് പോലുള്ള തിരക്കേറിയ നഗരങ്ങളിൽ അലഞ്ഞു നടന്ന ഈ ഉമർ അവസാനം സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടിയത് വിദേശത്തു നിന്നുള്ള മുസാഫർ റാത്തർ എന്ന ആളിൽ നിന്നാണുള്ള വിവരവും പുറത്തു വന്നു. അപ്പോൾ അന്തർദേശീയ തീവ്രവാദ സംഘങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സംഘത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളക്കോളർ ടെറർ ഗ്രൂപ്പും പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രമാണ് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഭീഷണി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അറസ്റ്റിലായ വെള്ളക്കോളർ ഭീകര സംഘത്തിലെ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിന്റെ സഹോദരനാണ് മുസഫർ റാത്തർ. വിദേശത്തുള്ളയാൾക്കായി അന്വേഷണ സംഘം റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. മുസാഫർ റാത്തറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഡൽഹി സ്ഫോടനമെന്നാണ് വിവരം. പാകിസ്ഥാനും തുർക്കിയുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. തുർക്കിയിലെ രഹസ്യ ഹാൻഡിലായ ഉഗാസയെ മുസാഫർ റാത്തർ കണ്ടെന്നും അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്ന കാർ ഓട്ടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു.
സ്ഫോടനത്തിന് മുമ്പ് ഡോക്ടർ ഉമർ മുഹമ്മദ് സന്ദർശിച്ച വസീർപൂരിലെത്തി NIA-യും ഡൽഹി പോലീസും പരിശോധന നടത്തി. വെള്ളക്കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട് അൽഫലാഹ് സർവകലാശാലയിലെ ഡോക്ടർ നിസാർ ആലത്തിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൂടുതൽ ഡോക്ടേഴ്സ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. കേസിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്നു. ഇതിനിടെ സ്ഫോടനത്തെ തുടർന്ന് അടച്ച നേതാജി സുഭാഷ് മാർഗ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 24 ഡൽഹി. മറ്റൊരു വാർത്തയും നമ്മളെ ഇന്ന് ഞെട്ടിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ജമ്മുകാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലെ വൻ സ്ഫോടനത്തിന് പിന്നിൽ അട്ടിമറിയില്ലെന്ന് ജമ്മുകാശ്മീർ DGP-യും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പറയുന്നു. സാമ്പിൾ പരിശോധനയ്ക്കിടെ അബദ്ധത്തിലുണ്ടായ സ്ഫോടനമെന്നാണ് വിശദീകരണം. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ 9 ഫരീദാബാദിലെ വെള്ളക്കോളർ ഭീകര സംഘത്തിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തു പരിശോധിക്കുന്നതിനിടയിലായിരുന്നു ഈ സ്ഫോടനം നടന്നതും 9 പേരുടെ മരണത്തിന് അത് കാരണമാക്കിയതും. വെള്ളിയാഴ്ച രാത്രി 11:22 രാജ്യത്തെ നടുക്കിയ സ്ഫോടനം. ഫരീദാബാദിലെ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ നിന്നും പിടികൂടിയ അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തു ഫോറൻസിക് പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. 3 ഫോറൻസിക് ഉദ്യോഗസ്ഥരും 2 റവന്യൂ ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരാണ് മരിച്ചത്. 27 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. സ്ഫോടനത്തിൽ പോലീസ് സ്റ്റേഷനും സമീപ കെട്ടിടങ്ങളും തകർന്നു. നിരവധി വാഹനങ്ങളും കത്തിച്ചാമ്പലായി. നൌഗാം പോലീസ് സ്റ്റേഷനിൽ തുറന്ന സ്ഥലത്ത് വെച്ചിരുന്ന സ്ഫോടക വസ്തു പരിശോധനയ്ക്കിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് ജമ്മു കശ്മീർ DGP നളിൻ പ്രഭാത്. സംഭവത്തിന് പിന്നിൽ അട്ടിമറിയില്ലെന്നും അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് ലോഖണ്ഡെ സ്ഥിരീകരിച്ചു. In this unfortunate accidental incident, 9 people have lost their lives. The cause of the accident is being investigated. However, any other speculation into the cause of these incidents are unnecessary. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡോക്ടർ ആദിൽ റാത്തർ ജയ്ഷെ അനുകൂല പോസ്റ്ററുകൾ പതിച്ചതിനെ തുടർന്ന് വൈറ്റ് കോളർ ഭീകര സംഘത്തിനെതിരായ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് നൌഗാം പോലീസ് സ്റ്റേഷനിലാണ്. 24 ഡൽഹി. എന്തായാലും ഇതിൽ ഒരുപാട് വിശ്വസനീയത കുറയുന്ന പോലെയുണ്ട്. എന്തായാലും ഇതിനകത്ത് തീവ്രവാദി ആക്രമണങ്ങളില്ല എന്ന് പറയുമ്പോൾ മുഖവിലയ്ക്ക് നമുക്കത് വിശ്വസിച്ചേ പറ്റൂ. എന്നാൽ നമുക്ക് ഇതിൽ വേറെ ഒന്നും നടന്നിട്ടില്ല എന്ന് കൂടി ഉറപ്പാക്കണം എന്നാണ് നമുക്ക് തോന്നുന്നത്. ട്രെയിൻ യാത്രികരുടെ സ്വർണം കവർന്ന 4 പ്രതികൾ കോഴിക്കോട് പിടിയിലായി. 50 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കവർന്ന ഹരിയാന സ്വദേശികളാണ് പിടിയിലായത്. ഈ മാസം 13-ാം തീയതി ചെന്നൈ മംഗലാപുരം മെയിലായിരുന്നു കവർച്ച നടന്നത്. ഓരോ ട്രെയിനിൽ ഇവരിങ്ങനെ കയറിയിട്ട് ബാഗുകൾ ഒരു 3 സെക്കൻഡ് കൊണ്ട് അവർ ബാഗ് എന്ത് ചെയ്യും, അവർ ബാഗ് പൊട്ടിക്കും. എന്നിട്ട് അതുപോലെ തന്നെ വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഓപ്പറേഷൻ. ഇവർ രാത്രി ട്രെയിനിൽ യാത്ര ചെയ്ത് റിസർവ് ചെയ്ത് യാത്ര ചെയ്തിട്ട് ഷൊർണൂർ വന്ന് ഇറങ്ങി തിരിച്ച് കയറിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. തിരിച്ച് ഇവർ വന്ന ട്രെയിനിൽ തിരിച്ച് യാത്ര ചെയ്തു. ഇവർ കൊയിലാണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ബാഗ് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതാണ്. ആ സമയത്ത് ഇതാണ് അതിൻ്റെ ടൂൾസ്. ഇത് വെച്ച് അവർ സിബ് അകത്തി അതിൻ്റെ മുകളിലിരുന്നൊരു പൗച്ച് എടുക്കുകയാണ് ചെയ്തത്. സീറ്റിനടിയിൽ തന്നെ പെട്ടി വെച്ചിരിക്കുന്നത് വലിയ പെട്ടിയാണ്. കാരണം ചെറിയ ബാഗിൽ വെച്ചാൽ നഷ്ടപ്പെടും എന്നുള്ള നിലക്കാണ് വലിയ പെട്ടിയിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ 2-3 പ്രാവശ്യം എഴുന്നേറ്റ് നോക്കിയതെല്ലാണ്. പക്ഷേ ഞങ്ങൾ ഡോറിലേക്ക് പുറത്തേക്ക് പോകുന്നത് 2 മിനിറ്റ് കൊണ്ടാണ്. ഞങ്ങൾ പുറത്തേക്ക് സ്റ്റേഷൻ നോക്കുമല്ലോ, ആ സമയത്താണ് ഒരു 2 ആൾ ഒരു ബ്ലോക്ക് ചെയ്ത മാതിരി നിൽക്കുമ്പോൾ അന്നേരം ശ്രദ്ധിക്കുന്നില്ല. ആ 2 മിനിറ്റ് മതി എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ, എങ്ങനെയായിരുന്നു ഇവരുടെ തന്ത്രങ്ങൾ? വലിയൊരു സംഘത്തിനെ തന്നെയാണ് ഇപ്പോൾ RPF-ഉം RPF-ന്റെ വിവിധ സ്ക്വാഡും റെയിൽവേ പോലീസും ചേർന്ന് പിടികൂടിയിട്ടുള്ളത്. ഹരിയാന സ്വദേശികളായ രാജേഷ്, ദിൽബാഗ്, മനോജ് കുമാർ, ജിതേന്ദ്ര എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഇവർ ഹരിയാനയിലെ വലിയൊരു ഗ്യാങ് ആണ്, സാസി ഗ്യാങ് ആണ്. അവർ ഇത്തരത്തിൽ ട്രെയിനുകളിൽ ഓപ്പറേഷൻ നടത്തുന്ന ഒരു സംഘമാണ്. ഇപ്പോൾ നമ്മൾ പ്രതികരണം കേട്ടതാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എല്ലാം പ്രതികരണം കേട്ടതാണ്. വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബാഗിൽ നിന്ന് സിബ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് ബാഗിൽ നിന്നും
ഈ സിബ് തുറന്നതിന് ശേഷം ഇത്തരത്തിൽ ആഭരണങ്ങൾ എടുക്കുന്ന ഒരു സംഘമാണ്. ഇവർ കൂടുതൽ ഇത്തരത്തിൽ ട്രെയിനുകളിലാണ് ഇത്തരത്തിലുള്ള മോഷണം നടത്തിയിട്ടുള്ളത്. വലിയൊരു സംഘം തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇപ്പോൾ ഈ ഒരു റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂടുതൽ അന്വേഷണം എല്ലാം നടക്കുക. എന്തുതന്നെയായാലും 4 പ്രതികൾ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 4 പ്രതികളാണിപ്പോൾ പിടിയിലായിട്ടുള്ളത്. 50 ലക്ഷത്തോളം രൂപ വില വരുന്ന ഡയമണ്ട് ഒപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളാണ് കവർച്ച നടത്തിയത്. ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഈ ഒരു അന്വേഷണ സംഘത്തിന് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു മോഷണത്തിന് അല്ലെങ്കിൽ ഈ ഒരു കവർച്ചയ്ക്ക് ഇരയായ ഫാമിലി എനിക്കിപ്പോൾ ചേരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? സംഭവം ഉണ്ടായത് രാവിലെ കൊയിലാണ്ടി ഇറങ്ങിയിട്ട് വീട്ടിൽ പോയപ്പോൾ പെട്ടി പരിശോധിച്ചപ്പോൾ സ്വർണം അടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടത് മനസ്സിലായി. ഉടനെ RPF ആയി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പ്രൊസീജിയർ ചെയ്തു. എത്രയും പെട്ടെന്ന് അവർ റിക്കവർ ചെയ്തു. തടഞ്ഞു വെക്കുക അങ്ങനെ എന്താ ഉണ്ടായിരുന്നു? അത് ആ 2 മിനിറ്റാണ് ഇതിലെ പോലെ ഗോൾഡൻ ടൈം. അതുവരെ ഞങ്ങളുടെ കയ്യിലാണ് പെട്ടിയുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ പെട്ടിയിൽ ലോഹം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടുന്നാന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന കൊയിലാണ്ടി ഇറങ്ങുമ്പോൾ ഒരു 3 മിനിറ്റാണ് എൻ്റെ ശ്രദ്ധ മാറിയത്. ആ സമയത്ത് 2 ആളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള. ആ സമയമാണ് ബാഗ് മറവിലുള്ളത്. അവിടാണ് അവർ 2 സാധനം ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. തീർച്ചയായും എസ്കാൻ, ഇതാണ് സംഭവിച്ചത്. കൊയിലാണ്ടിയിൽ ഇറങ്ങുന്ന യാത്രക്കാരായിരുന്നു. ഇവർക്കാണ് ഇത്തരത്തിൽ സ്വർണം കവർച്ച ചെയ്തത്. പക്ഷേ പോലീസിൻ്റെ, അതായത് RPFിൻ്റെ വിവിധ സ്ക്വാഡും RPFും ഒപ്പം തന്നെ കേരള റെയിൽവേ പോലീസിൻ്റെയും സംയോജിതമായ ഇടപെടൽ കൊണ്ട് തന്നെ ഈ പ്രതികൾ 4 പേരും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുക. എന്തുതന്നെയാലും വലിയൊരു സംഘം, ഇത്തരത്തിൽ ട്രെയിനിൽ മോഷണം നടത്തുന്ന വലിയൊരു സംഘം, അതായത് ഹരിയാനയിലെ സാസിസ് ഗ്യാങ്, അവർ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. എസ്കാൻ. ഓക്കെ, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പാലത്തായി പോക്സോ കേസിൽ BJP നേതാവും അധ്യാപകനുമായ K പത്മരാജന് മരണം വരെ തടവ് ശിക്ഷ കോടതി വിധിച്ചു. 2 പോക്സോ വകുപ്പുകളിലായി 40 കൊല്ലം തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ഇന്ന് വിധിച്ചത്. അധ്യാപകനായിരിക്കെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനെ പീഡിപ്പിച്ചോ എന്ന കേസിലാണ് 40 കൊല്ലം തടവ് ശിക്ഷ ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ബലാത്സംഗ വകുപ്പും പോക്സോ നിയമപ്രകാരമുള്ള 2 വകുപ്പുകളും പ്രകാരമാണ് പത്മരാജിനെ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. ബലാത്സംഗത്തിന് മരണം വരെ തടവ് ശിക്ഷ, 2 പോക്സോ കേസുകളിലായി 40 വർഷം തടവും ഒപ്പം 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പ്രതി അധ്യാപകനാണെന്നും സംരക്ഷണം നൽകേണ്ടയാൾ ക്രൂരകൃത്യം നടത്തിയതായും കോടതി നിരീക്ഷിച്ചു. പെൺകുട്ടിക്ക് മതിയായ നഷ്ടപരിഹാര തുക നൽകണമെന്നും ഉത്തരവിലുണ്ട്. വിധിയിൽ സന്തോഷമുണ്ടെന്നും ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി സമർപ്പിക്കാനായത് കേസിൽ നിർണായകമായെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PM ഭാസുരി പറഞ്ഞു. വളരെ സന്തോഷകരമായ രീതിയിലുള്ള നല്ലൊരു ജഡ്ജ്മെന്റ് ആണ് ഇന്ന് നമ്മൾ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് കൃത്യമായ നല്ല ഒരു പണിഷ്മെന്റ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. തീവ്ര മതസംഘടനകളാണ് കേസിന് പിന്നിലെന്നും വിധിപ്പകർപ്പ് വന്നാൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി. 24 കണ്ണൂർ. വളരെയേറെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസായിരുന്നു ഇത്. പോക്സോ കേസിൽ പ്രതിയായ BJP നേതാവിനെ സംരക്ഷിക്കുന്ന കേരള പോലീസ് ഏറെ രാഷ്ട്രീയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ കേട്ട സംഭവമാണ് ഈ പാലത്തായിലെ പോക്സോ കേസ്. 5 സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച കേസിൽ അതിജീവിതയായ 10 വയസ്സുകാരിയുടെ മാനസിക നില തകരാറിലായി പോയെന്നും വരുത്തി തീർക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നു. അതിജീവിതയുടെയും മാതാവിൻ്റെയും നിരന്തരമായ പോരാട്ടമാണ് ഒടുവിൽ ഈ പ്രതിക്ക് 40 കൊല്ലത്ത് ശിക്ഷ വാങ്ങിക്കൊടുത്തത്. 2026 മാർച്ച് 16-നാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ പുറത്തുവരുന്നത്. 10 വയസ്സുകാരിയെ അധ്യാപകനും BJP നേതാവുമായ പത്മരാജ് സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് 3 തവണ പീഡിപ്പിക്കുന്നു. ആദ്യം പരാതിയെത്തിയത് പാനൂർ പോലീസിൽ. CI ശ്രീജിത്തിനായിരുന്നു അന്വേഷണ ചുമതല. കേസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങി. മൊഴി നൽകിയ 10 വയസ്സുകാരിയുടെ മാനസിക നില തകരാറിലാണെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചു. പീഡനം നടന്നതായി ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞെങ്കിലും പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തില്ല. രാഷ്ട്രീയ വിമർശനമുയർന്നതോടെ പാനൂർ CI ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി പുതിയ CIക്ക് അന്വേഷണം കൈമാറി. കൂടാതെ അന്വേഷണത്തിന് DYSPയുടെ മേൽനോട്ടവുമുണ്ടായി. അപ്പോഴും അന്വേഷണത്തിന് ഒരു വേഗവും ഉണ്ടായില്ല. പ്രതിയെ CPIM സംരക്ഷിക്കുന്നതായി ആക്ഷേപമുയർന്നു. ഒടുവിൽ ഏപ്രിൽ 15-ന് പത്മരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോക്സോ കേസ് ചുമത്തി. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം ആരോപിച്ചതോടെ 2020 ഏപ്രിൽ 24-ന്
കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നിട്ടും അന്വേഷണം ഇഴഞ്ഞു തന്നെ. ജഡ്ജ്മെന്റ് സത്യത്തിന്റെ വിജയം, അതുപോലെ ആ വിജയത്തിലേക്ക് എത്തിച്ചത് കുട്ടിയുടെ ആത്മധൈര്യം, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ വന്ന ചില വീഴ്ചകളാവാം. എന്തുകൊണ്ടോ വഴിതെറ്റിപ്പോയ കേസ് പോലീസിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കി. ചില സാഹചര്യങ്ങളിൽ വിക്ടിം തന്നെ വൈരുദ്ധ്യാത്മകമായ കുറേ മൊഴികൾ തന്നിട്ടുണ്ട്. പ്രതി അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പോക്സോ വകുപ്പ് ഒഴിവാക്കിയായിരുന്നു കുറ്റപത്രം. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായി. തുടർന്ന് വനിതാ IPS ഉദ്യോഗസ്ഥരടക്കമുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാൻ സർക്കാർ തയ്യാറായി. തീരമേഖലാ ADGP EJ ജയരാജൻ, അസിസ്റ്റന്റ് കമ്മീഷണർ TK രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇവരുടെ അന്വേഷണത്തിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തി. കുട്ടിയെ പീഡിപ്പിച്ച ശുചിമുറിയിലെ ടൈലിൽ നിന്ന് രക്തസാമ്പിൾ കണ്ടെത്തിയത് നിർണായകമായി. ഈ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കേസിൽ അട്ടിമറിശ്രമമുണ്ടായെന്നും അത് പൊളിച്ചുവെന്നും MLA KK ശൈലജ. കേരള പോലീസിനാണ് ഏറ്റവും വലിയ അഭിനന്ദനം അർപ്പിക്കേണ്ടത്. പ്രാദേശികമായി ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ തൃപ്തികരമാവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, BJPയുടെ പ്രാദേശിക നേതാവാണ് പ്രതി. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഇടപെടലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ BJPയെ കുറ്റം പറയുന്നു എന്ന് പുറത്തു നടിക്കുന്ന ചിലർ, ലീഗിൻ്റെയും SDPIയുടെ എല്ലാം പ്രവർത്തകർ, യഥാർത്ഥത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിനാണ് തുടക്കത്തിലേ ശ്രമിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. 5 അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ മൊഴി നൽകിയ 10 വയസ്സുകാരിയുടെ ധൈര്യവും മകൾക്ക് നീതിക്ക് വേണ്ടി പോരാടിയ ഒരമ്മയുടെ വിജയവും കൂടിയാണ് പാലത്തായി കേസിലെ ഇന്നത്തെ വിധി. 24 കണ്ണൂർ. കുട്ടികൾക്ക് സംരക്ഷണം നൽകേണ്ട അധ്യാപകന്റെ പേരിലാണ് ഈ കേസുണ്ടായത് എന്നോർക്കുമ്പോഴാണ് നമുക്ക് കോടതി ശിക്ഷയിൽ ആശ്വാസം തോന്നുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. കാസർഗോട്ട് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച ഒരു ബൈക്ക് യാത്രികൻ മരിച്ചു എന്ന വാർത്തയാണ്. മടിക്കൈ അമ്പലത്തുകര സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 29 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം 6:30 മണിക്കാണ് അപകടം നടന്നത്. RMS ബസ്സിലെ ഡ്രൈവറാണ് മരിച്ച വിഷ്ണു. നമ്മുടെ ഈ ട്രെയിനിലെ മോഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ടാൽജിത്ത് പറയുന്നു, ഇതേപോലൊരു ഗ്യാങ് കൊച്ചി പള്ളുരുത്തിയിൽ ഉണ്ട്. ആളുകൾ ഇറങ്ങുന്ന സമയത്ത് കൂടുതൽ തിരക്കുണ്ടാക്കി അവരുടെ ബാഗ് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു ടീമാണിത്. എന്തായാലും പള്ളുരുത്തി പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ വന്ന കുറിപ്പ് വായിച്ചത്. കണ്ണൂർ പാലത്തായി പോക്സോ കേസിൽ കോടതി ശിക്ഷ വിധിച്ച അധ്യാപകനെ സർവീസിൽ നിന്ന് നീക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് പ്രതി K പത്മരാജനെ സേവനത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തി. പാലത്തായി UP സ്കൂളിലെ അധ്യാപകനാണ് ശിക്ഷിക്കപ്പെട്ട പത്മരാജൻ. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, വിശദാംശങ്ങൾ. SKN കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്, നടുക്കിയ സംഭവമാണ് കണ്ണൂർ പാലത്തായിലുണ്ടായത്. കണ്ണൂർ പാലത്തായി UP സ്കൂളിലെ 10ാം ക്ലാസ് വരെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് അധ്യാപകൻ കൂടിയായ K പത്മരാജൻ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തത് അല്ലെങ്കിൽ പീഡിപ്പിച്ചത്. അതിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത അതിൻ്റെ ശിക്ഷാവിധിയാണ് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ഇന്ന് വിധിച്ചത്. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ അധ്യാപകനെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്മരാജനെ സേവനത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് സ്കൂൾ മാനേജർക്ക് അടിയന്തര നിർദ്ദേശം നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വിഷയത്തിൽ മാനേജർ സ്വീകരിച്ച നടപടി അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടർ. കേരള സ്കൂൾ വിദ്യാഭ്യാസ ചട്ടം അധ്യായം 15 ചട്ടം 77 പ്രകാരം ഇത്തരത്തിൽ പുറത്താക്കുന്നതിനുള്ള നടപടി, സർവീസിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടയിൽ ഈ 40 കൊല്ലം ഈ പത്മരാജൻ എന്ന പോക്സോ കേസ് പ്രതിക്ക് ശിക്ഷ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതിശക്തമായിട്ടാണ് പ്രതികരിക്കുന്നത്. ജസ്റ്റിൻ നമ്പ്യാത്ത് പറയുന്നു, ഗോവിന്ദചാപ്പിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആരോ ഒരാൾ അയാളുടെ പെടലി കിട്ടുന്നു താങ്ങി, ഇയാൾക്കും ആരെങ്കിലും ഒന്ന് ചാമ്പിയായിരുന്നെങ്കിൽ അത്ര ആശ്വാസമായതിന്. നമ്മുടെ നിയമം അതിനൊന്നും അനുവദിക്കുന്നില്ല. നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആൾക്കാരോട് പറയാനും പറ്റില്ല, പറയുമായിരുന്നു. അൻസാർ ബീഗം പറയുന്നു, അർഹിച്ച ശിക്ഷയാണ് ഈ മറ്റുള്ള നല്ല അധ്യാപകർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണം. അങ്ങനെ ഒരു വളരെ കടുത്ത ഭാഷയിലാണ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത്. 10 വയസ്സുള്ള പെൺകുട്ടി അനുഭവിക്കുന്ന മാനസിക വ്യതയൊക്കെ പരിഗണിക്കുമ്പോൾ ഇയാൾക്ക് കിട്ടിയ 40 കൊല്ലമൊന്നും വലിയ പിരീഡല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്.
കോഴിക്കോട് കോർപ്പറേഷനിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് മുസ്ലിം ലീഗിൽ കൂട്ടരാജി. 30ഓളം ലീഗ് പ്രവർത്തകരാണ് രാജി സന്നദ്ധത അറിയിച്ചത്. നല്ലളം ജയന്തി റോഡ് ഡിവിഷനിലാണ് ഈ തർക്കം നടക്കുന്നത്. നേതൃത്വം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. സംസ്ഥാന പാർലമെന്റ് ബോർഡ് അംഗങ്ങളെയും രേഖാമൂലം അറിയിച്ചിട്ട് പോലും വ്യക്തമായ മറുപടി നൽകാതെ ഇന്നലെ രാത്രി 10 മണിക്ക് ഒരു പ്രസ് റിലീസിങ്ങിലാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ അറിയുന്നത്. അതുകൊണ്ട് ഭാരവാഹിത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നും യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നും MSFന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും എല്ലാ ഭാരവാഹികളും വനിതാ ലീഗും യൂത്ത് ലീഗിൻ്റെ മേഖലാ ഭാരവാഹികളുണ്ട്. വനിതാ ലീഗിൻ്റെ മേഖലാ ഭാരവാഹികൾ ഈ വാർഡിൽ നിന്ന് MSFന്റെ ഉണ്ട്. ഇവരെല്ലാം മൊത്തത്തിൽ രാജിവെച്ച് നേതൃത്വത്തെ പ്രതിഷേധം അറിയിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ, ഈ കൂട്ടരാജി ഒഴിവാക്കാൻ നേതൃത്വം ഇടപെട്ടോ? SKN ഇതുവരെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇന്ന് കാലത്ത് UDF-ൽ കോൺഗ്രസിന്റെ രാജിയായിരുന്നു. DCC ജനറൽ സെക്രട്ടറി രാജിവെച്ചു. അതും ഇതുപോലെ സീറ്റ് തർക്കത്തെ തുടർന്നായിരുന്നു. ബാബുരാജ് ആയിരുന്നു രാജിവെച്ചത്. എന്നാൽ വൈകിട്ടാവുമ്പോഴേക്കും ലീഗിലാണ് കൂട്ടരാജി. 35 പേർ രാജിവെച്ചു എന്നുള്ളതാണ് അവിടുത്തെ വാർഡ് ഡിവിഷൻ അവിടുത്തെ നേതാക്കൾ അറിയിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ അവിടെ പ്രാദേശികമായി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിയുടെ പേര് പോക്കർ എന്നായിരുന്നു, യു പോക്കർ. അദ്ദേഹമാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി അംഗവുമാണ്. എന്നാൽ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് മുകളിൽ നിന്നും VP ഇബ്രാഹിമിനെ ഈ 43-ാം ഡിവിഷനിലേക്ക്, ഈ നല്ലളം ഡിവിഷനിലേക്ക് കെട്ടിയിറക്കുന്നു. എന്നാൽ അതിനുവേണ്ടി ചർച്ച നടത്താൻ വേണ്ടി അവിടെ മായിനാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പോകുന്നു. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ പ്രതിഷേധവുമായി അവിടുത്തെ പ്രവർത്തകർ എത്തിയെന്നുള്ളതാണ്. ഒരു ഡിവിഷനിൽ തന്നെ 35 പേർ രാജിവെക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ, യൂത്ത് ലീഗിൻ്റെ, മഹിളാ ലീഗിൻ്റെ, അതുപോലെ എല്ലാ പോഷക സംഘടനകളുടെയും MSFന്റെ ഉൾപ്പെടെ ഭാരവാഹികൾ രാജിവെച്ച് നേതൃത്വത്തെ പ്രതിഷേധം അറിയിക്കുകയിലേക്കാണ് കടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് കോർപ്പറേഷനിൽ ലീഗിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ലീഗിൽ ഇത് പതിവില്ലാത്തതാണ് കോഴിക്കോട്. കാരണം സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുകയാണ്. ചെറിയ മുറുമുറുപ്പുണ്ടെങ്കിലും ഒരു പരസ്യമായ കൂട്ടരാജിയിലേക്ക് വരാറില്ല കോൺഗ്രസ് പോലെ. പക്ഷേ എന്നാൽ ലീഗിൽ അത് സംഭവിച്ചു. കാലത്ത് DCC ജനറൽ സെക്രട്ടറി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു. വൈകിട്ട് ലീഗിൽ കൂട്ടരാജി ഉണ്ടാകുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ UDF-ലാണ് SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലെ സീറ്റ് നിർണയത്തിൽ കടുത്ത അതൃപ്തിയുമായി യൂത്ത് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസ് നേരിട്ടത് കടും വെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി സഞ്ജയ് ജെയിംസ് 24-നോട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വിട്ടുനിൽക്കുമെന്നും സഞ്ജയ് ജെയിംസ് വ്യക്തമാക്കി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആദ്യത്തെ 40 ലിസ്റ്റിൽ ഒരു 4 പേരോളം നമ്മൾ ജില്ലയിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തതുണ്ടായിരുന്നു. അത് പല കാരണങ്ങളാൽ അത് മാറ്റി. അവസാനം ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലിസ്റ്റിൽ യൂത്ത് കോൺഗ്രസ്സിന്. അതിനുവേണ്ടി ശക്തമായി ഞങ്ങൾ പോരാടിയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വന്ന് അതിന് കത്ത് കൊടുത്തതാണ്. എന്തായാലും ഒരു സീറ്റെങ്കിലും പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസ്സിന് കൊടുക്കണം എന്ന് ശക്തമായി പറഞ്ഞിട്ട് പോലും അതിനെ വില കൽപ്പിക്കാതെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ സീറ്റ് ധാരണയാക്കിയത്. യൂത്ത് കോൺഗ്രസ്സിന് നല്ല രീതിയിൽ പോരാടി ഇന്നിപ്പോൾ ജനപ്രതിനിധികളായി നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിനെ മറന്നു പോകുന്നവർ. അവരെ തല്ലുകൊണ്ട് എല്ലാം നേടിയെടുത്തതുപോലെ തന്നെ ഞങ്ങളും തല്ലുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ കൊള്ളുന്ന തല്ലിനൊന്നും ഒരർത്ഥമില്ലെന്ന് പല ഘട്ടങ്ങളായിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഇത്രയും വലിയ നിരാശ കലർന്ന് സംസാരിക്കാൻ ഈ നേതാവിന് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN ഈ ബൈറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങേയറ്റം നിരാശയോട് കൂടിയാണ് അഡ്വക്കേറ്റ് സഞ്ജയ് ജെയിംസ് നമ്മളോട് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് 2ാം ഘട്ടത്തിലുള്ള കോൺഗ്രസിന്റെ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നത്. ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥി കൂടി പ്രഖ്യാപിക്കുവാനുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പൂർണ്ണമായും തങ്ങൾ തഴയപ്പെട്ടു എന്നൊരു വെളിപ്പെടുത്തലുമായിട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കും, യാതൊരു തരത്തിലും ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് താൻ ഉണ്ടാവില്ല എന്ന് തുറന്നടിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തോട് കൃത്യമായി വിവരം ധരിപ്പിക്കും. ഇതിൽ പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. KPCCയുടെ പ്രത്യേക സർക്കുലർ ഉണ്ടായിരുന്നു. യുവജനങ്ങൾക്ക് പ്രത്യേക പരമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകേണ്ട സ്ഥാനാർത്ഥികളായിട്ട് അവരെ പരിഗണിക്കണമെന്നുള്ളത്. മറ്റ് കോർപ്പറേഷനുകളിൽ അത് നടന്നപ്പോഴും
എറണാകുളത്ത് കൊച്ചി കോർപ്പറേഷനിലേക്ക് അത് ഉണ്ടായില്ല. ഈ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ജനപ്രതിനിധികളുടെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടായത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു തഴയൽ ഉണ്ടായത് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായുള്ള ഇത്തരം നേതാക്കന്മാരെല്ലാം പുറത്തോട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 2-3 വാർഡുകളിൽ, ജനറൽ വാർഡുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും സ്റ്റേഡിയം വാർഡ്, അവിടെ ദീപ്തി മേരി വർഗീസാണ്, KPCCയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ദീപ്തി മേരി വർഗീസാണ് മത്സരിക്കുന്നത്. ഈ ഒരു വാർഡിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സമുന്നതനായിട്ടുള്ള മറ്റൊരു നേതാവിനെ മത്സരിപ്പിക്കുവാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ KPCCയുടെ അടക്കം, അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ മറ്റ് മുതിർന്ന നേതാക്കളുടെ എല്ലാം സമ്മർദ്ദത്തെ തുടർന്നാണ് ആ ഒരു ഡിവിഷൻ ദീപ്തി മേരി വർഗീസിന് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, കോർപ്പറേഷനിൽ ഈ പ്രാവശ്യം മേയർ സ്ഥാനത്തേക്ക് വരുന്നത് ഒരു വനിതയായിരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ദീപ്തി മേരി വർഗീസിന്റെ പേരും ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുമ്പോഴാണ് ദീപ്തി മേരി വർഗീസിന് സ്റ്റേഡിയം ഡിവിഷൻ കൊടുക്കുകയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ തഴയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. മറ്റിടങ്ങളിൽ, അതായത് ജിൻഡോ ജോൺ പോലുള്ള നേതാക്കന്മാരെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് അല്പനേരം മുൻപ് DCCയിൽ വെച്ച് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പുറത്തുവിട്ടത്. അപ്പോൾ ജിൻഡോ ജോൺ അടക്കം പോലുള്ള നേതാക്കന്മാരെ ജില്ലാ പഞ്ചായത്ത്, മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറ്റുകയും കൊച്ചി കോർപ്പറേഷൻ പോലുള്ള പ്രധാനപ്പെട്ട ഒരിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അടക്കം മറ്റ് നേതാക്കളുടെ അടക്കം ആരോപണം ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാർക്കെല്ലാം വഴിയിൽ കിടന്ന് അടികൊള്ളാനുള്ള യോഗം, അതിന്റെ ഫലം അനുഭവിക്കുന്നത് മുതിർന്നവരായിട്ടുള്ള മറ്റു നേതാക്കന്മാര്. യൂത്ത് കോൺഗ്രസിനെ അപ്പാടെ തഴയുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചു വരുന്നത്. ഇതിൽ ശക്തമായ അമർഷം തങ്ങൾക്കുണ്ട് എന്നെല്ലാമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇദ്ദേഹത്തിന്റേത് മാത്രമല്ല, ജില്ലയിലെയും സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടേത് കൂടിയാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു അമൽ സുരേന്ദ്രൻ. ഈ സ്ഥാനാർത്ഥി കെട്ടിയിറക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സീനെ പോലുള്ള ചില പ്രേക്ഷകർ ചോദിക്കുന്നു. അതായത് ദൂരങ്ങളിലുള്ള പ്രാദേശികമായിട്ടുള്ള പ്രാധാന്യമില്ലാത്ത നേതാക്കന്മാരെ വേറെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിനെയാണ് കെട്ടിയിറക്കുക. ഒത്തിരി ആലങ്കാരികമായിട്ട് ഇത്തിരി സാഹിത്യ ഭംഗിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സജീവ് സി നായർ ഗുജറാത്തിൽ നിന്ന് അയക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ പല ചാനലുകളും അതുപോലെ കോൺഗ്രസ് വിരുദ്ധ നിലപാടുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. 24 നിഷ്പക്ഷത പാലിക്കണം. തീർച്ചയായിട്ടും 24 എത്രയോ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ലാവണ്യപരമായ ഒരു അകലം രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് സ്വീകരിക്കും. എന്നാൽ അവരോടൊക്കെ തന്നെ ലോഹ്യവുമായിരിക്കും. ഈ ഇലക്ഷനിലും അതേ നിലപാടായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിനിടയിൽ മറുകണ്ഠം ചാടി സീറ്റ് കിട്ടാത്ത നേതാക്കൾ വിമതരായി എത്തുന്നവരും കുറവല്ല. ഇതിനിടെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പാർട്ടികൾക്കുള്ളിൽ പലയിടത്തും തമ്മിൽ തല്ലും തുടരുകയാണ്. രാജിവെച്ച് മറുചേരിയിലേക്ക് പോകുന്നവർ ഒരു പാർട്ടിയിലും കുറവല്ല. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ രാജിവെച്ച നിമ്മീറപ്പായി LDF സ്ഥാനാർത്ഥിയാകും. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച DCC ജനറൽ സെക്രട്ടറി രവി ജോസ് താണിക്കലും രാജിവെച്ചു. തൃശൂരിൽ കൊടുങ്ങല്ലൂരിൽ CPMന്റെ മുൻ കൗൺസിലർ BJPയിൽ ചേർന്നു. ഇനി NDA സ്ഥാനാർത്ഥിയാകും. പാലക്കാട് സീറ്റ് കിട്ടാത്തവർ കോൺഗ്രസിലും CPMലും ഒരുപോലെ വെല്ലുവിളി. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ മത്സരിക്കാൻ സീറ്റ് നൽകാത്തതിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി CGK ഉണ്ണി കോൺഗ്രസ് വിട്ടു. പാലക്കാട് വടക്കഞ്ചേരിയിൽ കിഴക്കഞ്ചേരിയിലും CPMനെതിരെ വിമതർ പോരാട്ടത്തിനിറങ്ങി. കിഴക്കഞ്ചേരിയിൽ LDFനെതിരെ പോരാട്ടത്തിനിറങ്ങുന്നത് CPM മുൻ ഏരിയ സെക്രട്ടറി K ബാലനും വടക്കഞ്ചേരിയിൽ മുൻ ലോക്കൽ സെക്രട്ടറി ഗംഗാധരനുമാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇരുവരുടെയും മത്സരം UDF പിന്തുണയോടെ. മലപ്പുറം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കബീർ മഠത്തിൽ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങും. 5 ലീഗിനെതിരെ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് വിമതർ. പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പദയാത്ര നടത്തി. കോഴിക്കോട് മുന്നണികളിലാകെ കലാപമാണ്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി DCC ജനറൽ സെക്രട്ടറി NV ബാബു പാർട്ടി വിട്ടു. കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ ലീഗ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം കൌൺസിലറായിരുന്ന റംലത്ത് രാജിവെച്ചു. കുന്നമംഗലത്ത് ദളിത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻകുട്ടിയും 15 പ്രവർത്തകരുമാണ് പാർട്ടി വിട്ടത്. നരിക്കോട്ടേരിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തു. കൊച്ചി കോർപ്പറേഷനിൽ K ബാബു MLAക്കെതിരെ വിമർശനമുന്നയിച്ച മുൻ ഡെപ്യൂട്ടി മേയർ KR പ്രേംകുമാറാണ് മത്സരരംഗത്ത്. 2020 നേതാവായിരുന്ന ആന്റണി ജൂണിനെ കോൺഗ്രസ് കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയാക്കി. ഫേസ്ബുക്കിൽ രാജിക്കാര്യം അറിയിച്ച് എറണാകുളം കളമശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി അൻവർ ഞക്കട LDF സ്ഥാനാർത്ഥിയായി. കോതമംഗലം പല്ലാരിമംഗലത്ത് ഭരണസമിതി യോഗത്തിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് സീറ്റ് നൽകാതിരുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CPM വിട്ടു. തന്നെ ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് ഇടുക്കി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജെയിംസ് K ജേക്കബ് CPM ബന്ധം ഉപേക്ഷിച്ചത്.
BJPയുടെ ഉൾപ്പെടെ പിന്തുണ സ്വീകരിക്കുമെന്നും ജെയിംസ് കെ ജേക്കബ്. ന്യൂസ് ഡെസ്ക് 24. കുറച്ചധികം ആൾക്കാർ സ്ഥലം വിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വത്സ പറയുന്നു, ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് മാറാൻ നിമിഷങ്ങൾ പോലും വേണ്ട. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ മാറുന്നവരോട് ചോദിച്ചാൽ അതിൻ്റെ തന്ത്രം പറഞ്ഞു തരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അബ്ദുൽ ബാരി പറയുന്നു, ക്രൈംബ്രാഞ്ച് അട്ടിമറിക്കാൻ ശ്രമിച്ച പാലത്തായി കേസ് നന്നായി അന്വേഷിച്ച് പ്രതിക്ക് 40 കൊല്ലം ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത DYSP രത്നാകരൻ സാറിന് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരുത്തി നൽകിയ മേൽവിലാസത്തിലും പിഴവുണ്ടായി. ഇന്നലെ സ്പീഡ് പോസ്റ്റായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വീണ്ടും മേൽവിലാസത്തിൽ ഒരു തെറ്റ് സംഭവിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുകൊണ്ട് വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, തിരുത്തി അയച്ചതിനകത്തും തെറ്റ് വന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുക? എസ് അതാണ് ആകെ പുലിവാല് പിടിച്ചിരിക്കുന്നു ഈ മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി KSUവിന്റെ നേതാവായ വൈഷ്ണ സുരേഷ്. ആദ്യം നൽകിയ സത്യവാങ്മൂലത്തിൽ നൽകിയ, അതായത് വോട്ട് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ സത്യവാങ്മൂലത്തിൽ അഡ്രസ്സ് ആ മേൽവിലാസത്തിൽ പിഴവുണ്ടായതായി നഗരസഭ അധികൃതരും അതുപോലെ തെരഞ്ഞെടുപ്പ് ജീവനക്കാരും കണ്ടെത്തി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ശരിയുണ്ടെന്ന് ബോധ്യപ്പെട്ട് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ കോർപ്പറേഷൻ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കോർപ്പറേഷൻ പരിധിയിൽ എവിടെയെങ്കിലും പേരുണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും വാർഡുകളിൽ നിന്ന് ജനവിധി തേടാനാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അത് അയോഗ്യയാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നാണ് വൈഷ്ണ സുരേഷ്, അതായത് 15-ാം തീയതിയാണ് സ്പീഡ് പോസ്റ്റ് മുഖേന വൈഷ്ണ സുരേഷ് നഗരസഭാ ജീവനക്കാർക്ക് വീണ്ടും ഒരു സത്യവാങ്മൂലം നൽകിയത്. അതിൽ വ്യക്തമാക്കുന്നത് ഈ ആദ്യം നൽകിയത്, അതായത് TC 18/564 എന്ന കെട്ടിട നമ്പർ രേഖപ്പെടുത്തിയത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് അതിൽ ആ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ തിരുത്തി നൽകിയ മേൽവിലാസത്തിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബന്ധുവായ സന്ദീപ് എന്ന വ്യക്തിയുടെ TC 18/2365 അതിന്റെ പഴയ TC നമ്പർ TC 3/564 എന്നാണ്. ആ നമ്പറുള്ള കെട്ടിടത്തിലാണ് താമസമെന്നാണ് പുതിയ സത്യവാങ്മൂലം. ഈ K-സ്മാർട്ട് വഴി ഈ വിവരങ്ങൾ പരിശോധിക്കാം. അതായത് K-സ്മാർട്ടിൽ നമ്മൾ പുതിയ TC നമ്പർ, കെട്ടിടത്തിന്റെ TC നമ്പർ നൽകുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായി തന്നെ പഴയ TC നമ്പർ കൂടി ആഡാകുന്ന തരത്തിലാണ് ആ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് K-സ്മാർട്ടിൽ പരിശോധിക്കുമ്പോൾ ഈ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റിൽ വരുന്നത് TC 18/2365 എന്ന നമ്പറിലെ കെട്ടിടത്തിന്റെ പഴയ നമ്പർ TC 3/566 ആണ്. അതായത് ഇതിൽ വൈഷ്ണ സുരേഷ് നൽകിയിരിക്കുന്നത് TC 3/564 എന്നാണ്. പക്ഷേ പഴയ നമ്പർ യഥാർത്ഥത്തിൽ TC 3/566 എന്നാണ് ഈ പുതുക്കിയ മേൽവിലാസത്തിലും അല്ലെങ്കിൽ ആ സത്യവാങ്മൂലത്തിലും നൽകിയിരിക്കുന്നത്. 13-നായിരുന്നു വൈഷ്ണ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകേണ്ടിയിരുന്നത്. 14-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ സമയക്രമം. പക്ഷേ ഇതിനുള്ളിൽ ഈ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചില്ല. 15-ാം തീയതി സ്പീഡ് പോസ്റ്റ് മുഖേന ഹാജരാക്കിയ രേഖയിലാകട്ടെ തെറ്റ് കടന്നുകൂടുകയും ചെയ്തു. എന്താണെങ്കിലും വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം എന്താണെങ്കിലും പോകുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിന് മുട്ടടയിൽ വേറെ സ്ഥാനാർത്ഥിയെ തേടേണ്ടി വരും എന്നുള്ളതാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് അതിനുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ജോസഫ്, ഒരു സംശയം. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി ജനങ്ങളോടും ഒന്നും പറയാതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മറുകണ്ഠം ചാടുന്ന വിശ്വാസവഞ്ചനയല്ലേ എന്ന് പറയുന്നു. ഈ ചാടാൻ തീരുമാനിച്ച ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല, അവരുടെ കാര്യം മാത്രമേ ആലോചിക്കൂ. അതുകൊണ്ടല്ലേ അവർ ചാടുന്നത്. ബീന ജയൻ പറയുന്നു എല്ലാവർക്കും സ്ഥാനാർത്ഥികളാകണം. അത് നടപ്പില്ലല്ലോ. ഇപ്പോൾ ഈ എല്ലാവർക്കും കസേരയിലാണ് നോട്ടം. കസേര കിട്ടിയില്ലെങ്കിൽ അപ്പോൾ പ്രശ്നമാണ്. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SHO ബിനു തോമസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ടെലിഫോണിൽ. ഷംന, ഈ പോലീസുകാരൻ്റെ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും കാര്യമായ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ ബിനു തോമസിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കാണുന്നത്. ഈ വിശ്രമിക്കാനായി ക്വാർട്ടേഴ്സിൽ പോയി തിരികെ എത്താത്തതിനെ തുടർന്ന് പോലീസുകാർ അന്വേഷിച്ച് പോയപ്പോഴാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സമീപത്ത് നിന്ന് തന്നെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയതായി സൂചനയുണ്ട്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. മറ്റ് ഈ വർക്ക് പ്രഷറോ അത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും നടപടികൾക്ക് ശേഷം ഉടൻ തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം വിട്ടു നൽകും. അതിനുശേഷം കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും കോഴിക്കോട് സ്വദേശിയാണ് ഈ ബിനു തോമസ്. കഴിഞ്ഞ 6 മാസം മുൻപാണ് ഈ ചെർപ്പളശ്ശേരി സ്റ്റേഷനിൽ എത്തുന്നത്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് വെച്ചാൽ വളരെ കരുത്തരാണ് എന്ന് സമൂഹം വിശ്വസിക്കുന്ന ജനവിഭാഗമാണ്.
അവരൊക്കെ മരണം സ്വയം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചെന്നതാണ് യാഥാർത്ഥ്യം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേരള ഘടകത്തിന് വിമർശനം നേരിടേണ്ടി വന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ വിഷയം ഉന്നയിച്ചു. ജനറൽ സെക്രട്ടറിയെ പോലും ഇരുട്ടിൽ നിർത്തിയെന്നാണ് വിമർശനം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും PM ശ്രീ വിഷയം ദേശീയ ജനറൽ സെക്രട്ടറി MA BA പോലും വിശ്വാസത്തിലെടുക്കാതെ സംസ്ഥാന സർക്കാർ വളരെ മുന്നോട്ട് പോയി എന്നുള്ളതായിരുന്നു പാർട്ടി നേതാക്കന്മാർ ഇന്ന് ഉന്നയിച്ച ഏറ്റവും വലിയ വിമർശനം. കാരണം ആരോടും പറയാതെ നടപ്പിലാക്കേണ്ട പദ്ധതിയാണോ PM ശ്രീ? കൂടുതൽ വിവരങ്ങളുമായി ബൽറാം ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം ഇന്നലെ സമാപിച്ച CPM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേരള ഘടകത്തിനെതിരെ വിമർശനം ഉണ്ടായത്. പ്രധാനമായും കേന്ദ്ര നേതൃത്വവുമായി കൂടിയാലോചിക്കാതെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്, അതും പാർട്ടിയുടെ നയത്തിൽ നിന്നും ഭിന്നമായ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് എന്ന വിമർശനം ആണ് ഉയർന്നത്. ജനറൽ സെക്രട്ടറിയോട് പോലും കൂടിയാലോചനയുണ്ടായില്ല. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെ ഇരുട്ടിൽ നിർത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത് എന്ന വിമർശനമാണ് ഉയർന്നത്. ഒപ്പം തന്നെ ഈ വിവാദം ദേശീയ തലത്തിൽ തന്നെ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചതായും ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിലെ റിപ്പോർട്ടിങ്ങിനിടെ കേരളത്തിന് പുറത്തു നിന്നുള്ള അംഗങ്ങൾ ഈ ഒരു വിഷയം ഉന്നയിക്കുകയായിരുന്നു. തുടർന്നാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകം വിശദീകരണം നൽകിയത്. വിഷയത്തിൽ CPI നേതാക്കൾ നടത്തിയ പരസ്യ പ്രതികരണമാണ് വിവാദത്തിന് ഇടയാക്കിയത് എന്നും ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചതായും സംസ്ഥാന ഘടകം ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രത്തെ ധാരണയനുസരിച്ച് കേന്ദ്രത്തിന് ഈ പദ്ധതി മരവിപ്പിക്കുന്നതായി കാണിച്ചുകൊണ്ട് കത്തയച്ചതായും സംസ്ഥാന ഘടകം അറിയിച്ചിട്ടുണ്ട്. അതേസമയം നേരത്തെ ചേർന്ന അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കടുത്ത വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയരുകയും തുടർന്ന് ജനറൽ സെക്രട്ടറിയെ ഈ വിഷയത്തിൽ ഇടപെടാൻ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചുമതലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്നാണ് കേരളത്തിൽ നടന്ന ചർച്ചകളിൽ ജനറൽ സെക്രട്ടറി MA ബേബി ഭാഗമായതും. ഈ വിഷയം എന്തായാലും വിശദമായ ചർച്ചകൾ അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. ജനുവരി 13, 14, 15 തീയതികളിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. SKN. ഓക്കെ, താങ്ക് യു. മറ്റൊരു വാർത്തയിലേക്ക്. PM ശ്രീ പദ്ധതിയെ ചൊല്ലി മന്ത്രി V ശിവൻകുട്ടിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള പോര് അവസാനിക്കുകയാണ്. തർക്കം തുടർന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഐക്യത്തെ അത് ബാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തർക്കത്തിൽ നിന്ന് ഇരുവരും പിന്മാറുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. PM ശ്രീ പദ്ധതി മരവിപ്പിച്ചതായുള്ള കത്ത് കേന്ദ്രത്തിന് അയച്ചതോടെ CPIM CPI തർക്കം പരിഹരിച്ചു എന്നായിരുന്നു വിലയിരുത്തിയത്. എന്നാൽ പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതോടെ തർക്കം വീണ്ടും രൂക്ഷമായി. തർക്കം ഇതേ രീതിയിൽ തുടർന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഐക്യത്തെ ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ് സമവായത്തിന്റെ പാതയിലേക്ക് നീങ്ങിയത്. മന്ത്രി V ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരേണ്ടതില്ലെന്നാണ് അഭിപ്രായമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. ആ ഏറ്റുമുട്ടലൊന്നും തുടരേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ പൊതുവായ അഭിപ്രായം. എന്തിനോ വെറുതെ ആവശ്യമില്ലാതെ കഴിഞ്ഞ അജണ്ടയെ പറ്റി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. PM ശ്രീയിൽ CPI എതിർപ്പ് വിജയിച്ചതോടെ ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിച്ചെന്ന ക്രെഡിറ്റ് CPIക്ക് ലഭിച്ചു. മന്ത്രിസഭാ ഉപസമിതിയിൽ നിന്നും കാര്യമില്ല, അതെല്ലാം അതിന്റെ വഴിക്ക് നടക്കുമെന്ന ബിനോയ് വിശ്വത്തിന്റെ പരാമർശമാണ് V ശിവൻകുട്ടിയെ ചൊടിപ്പിച്ചത്. മന്ത്രിസഭാ ഉപസമിതിയിൽ തുടർ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. 24 തിരുവനന്തപുരം. കോഴിക്കോട് പന്തീരങ്കാവിൽ ബൈക്കിലെത്തിയ യുവാവ് മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു. സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിയെയും മകളെയും ഇടിച്ചിട്ട് മാല പൊട്ടിച്ചെടുക്കാനായിരുന്നു അയാളുടെ ശ്രമം. കവർച്ചാ ശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. നമുക്ക് ആദ്യം ആ ദൃശ്യമൊന്ന് നോക്കാം. അതൊക്കെ പോവാ, കക്ഷി അത്യാവശ്യമായിട്ടൊരു ജോലിക്ക് പോകണല്ലോ. ദീപക് തർമ്മയുടെ വിവരങ്ങളുമായി കോഴിക്കോടും ചേരുന്നു. ദീപക്, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മോഡസ് ഓപ്പറാൻഡി? ഇത് ആസൂത്രിതമായ ഒരു മോഷണ ശ്രമം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്നാൽ
ഈ പ്രസീതയും അതുപോലെ മകളുമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ചെറിയ പരിക്കുകളേറ്റിട്ടുണ്ട് ചെറുത്തുനിൽപ്പ് ശ്രമത്തിൽ. പക്ഷേ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല. പന്തീരങ്കാവ് പോലീസ് കേസെടുത്തു കഴിഞ്ഞു. ഇതിൽ CCTV ദൃശ്യങ്ങൾ ആ പ്രദേശത്തുള്ള മുഴുവൻ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമാനമായ സ്വഭാവത്തിലുള്ള മോഷണങ്ങൾ നേരത്തെ പലയിടത്തും നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതി ഒരാൾ തന്നെയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള CCTV പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പന്തീരങ്കാവ് പോലീസും അതുപോലെ ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള നീക്കങ്ങൾ അതിന് നടത്തുകയാണ്. ഈ നിസാര പരിക്കുകൾ ഉണ്ട്, മോഷണ ശ്രമം നടന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എൻഫീൽഡ് എൻ്റർപ്രൈസ് എന്ന വണ്ടിയിലാണ് ഈ പ്രതി, ഈ മോഷ്ടാവ് കടന്നു കളഞ്ഞത്. പക്ഷേ എന്നാൽ മോഷണ ശ്രമത്തിൽ അയാൾ വിജയിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പക്ഷേ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. SK തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ BJP പ്രവർത്തകൻ ജീവനൊടുക്കി. മരിച്ചത് തൃക്കണ്ണാപുരത്തെ ആനന്ദ് K. തമ്പി. RSS BJP നേതൃത്വത്തിനെതിരെ ആനന്ദിന്റെ ആത്മഹത്യാ സന്ദേശം. നേതാക്കൾക്ക് മണ്ണ് മാഫിയുമായി ബന്ധമെന്ന് ആനന്ദിന്റെ ആരോപണം. പാർട്ടി പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളല്ല ആനന്ദെന്ന് BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ. BJPയുടെ ഒരു ചുമതലയിലും വഹിച്ച ആളല്ല, BJPയുടെ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ മരണം ഒരു വിഷമകരമാണ്, ദുഃഖകരമാണ്. സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ആണ് സംഭവിച്ചു എന്നാണ്. സ്ഥാനാർത്ഥി ലിസ്റ്റിലെ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല. 101 വാർഡുകളിലെ 500-ലധികം പേര് വന്നതില് ഒന്നും ആ പേര് വന്നിട്ടില്ല. ഞങ്ങൾ വന്ന പേരുകളൊക്കെ വിജയത്തിന്റെ സാധ്യത നോക്കി മാത്രമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ജില്ലാ പ്രസിഡന്റ് ഞാൻ സംസാരിച്ചു, കരമന ജയന്തിയോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. വീഴ്ചയല്ല, ഇത് എന്താണ് കാരണം നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കണം, അത് ഞങ്ങളുടെ കടമയാണ്, അത് കണ്ടുപിടിക്കും. അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്, സങ്കടമുണ്ട്. പുറത്തു വന്ന കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് V. മുരളീധരൻ. ഒന്നാമത്തെ കാര്യം, RSS BJP നേതൃനിര മണൽ മാഫിയക്ക് സംരക്ഷണം കൊടുക്കുന്നതാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും വിശ്വസിക്കാൻ തോന്നുന്നു? അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്, അതെന്താണെന്നുള്ളത് അന്വേഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ വിഷയം എന്താണെന്നുള്ളത് എനിക്ക് വിശദാംശങ്ങൾ അറിയില്ല, അന്വേഷിക്കണം. ആനന്ദിന്റേത് ഗുരുതര ആരോപണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി V. ജോയ്. ആനന്ദ് ഇന്നലെ ശിവസേനയിൽ അംഗത്വമെടുത്തിരുന്നു. ഈ ദൃശ്യങ്ങളും 24-ന് കിട്ടി. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് കൂടുതൽ കുരുക്ക്. മിനിറ്റ്സ് രേഖകളിൽ നിർണായക തെളിവുകൾ. ഇത് SIT ശേഖരിച്ചു. സ്വർണം ചെമ്പാക്കാൻ A. പത്മകുമാർ കൂട്ടുനിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി നേട്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തൽ. ഹാജരായില്ലെങ്കിൽ SITക്ക് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്താം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റായി K. ജയകുമാർ IAS ബോർഡ് അംഗമായി മുൻ മന്ത്രി K. രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. തെറ്റായ വഴികളെല്ലാം അടയ്ക്കുമെന്നും പിടിമുറുക്കേണ്ടിടത്ത് പിടിമുറുക്കുമെന്നും K. ജയകുമാർ. ഭരണസമിതിയിൽ നിന്ന് വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബോർഡിനെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളിൽ ഭംഗം വന്നിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു സ്ഥാപിക്കുകയും അങ്ങനെ ഭംഗപ്പെടാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായാലും അവ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഈ പുതിയ ഭരണസമിതിയുടെ നിയോഗം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. പാലത്തായി പീഡനക്കേസിൽ BJP നേതാവ് K. പത്മരാജന് മരണം വരെ തടവ്. 2 വകുപ്പുകളിലായി 40 കൊല്ലം തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും തലശ്ശേരിയിലെ അതിവേഗ പോക്സോ കോടതി വിധിച്ചു. ശിക്ഷാവിധി അധ്യാപകരായിരിക്കെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി പീഡിപ്പിച്ചു എന്ന കേസിൽ. സന്തോഷകരമായ രീതിയിലുള്ള നല്ലൊരു ജഡ്ജ്മെന്റ് ആണ് ഇന്ന് നമ്മൾ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് കൃത്യമായ നല്ല ഒരു പണിഷ്മെന്റ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ലൈഫ് ഇംപ്രിസൺമെന്റ് ടിൽ ഡെത്ത് എന്നുള്ളത് തന്നെയാണ് പ്രതിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഇതിലുള്ളത്. വിധി സ്വാഗതം ചെയ്ത് പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കുമെന്ന പ്രതിഭാഗം അഭിഭാഷകൻ K. പത്മരാജനെ സർവീസിൽ നീക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഇതിനായി ചുമതലപ്പെടുത്തി. നാടിനെ ഞെട്ടിച്ച കൊടും ക്രൂരത നടന്നത് 2020.
കൊല്ലം നഗരഹൃദയത്തിൽ ആഭിചാര കേന്ദ്രത്തിന്റെ മറവിൽ നടന്ന വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടു 24. മുണ്ടയ്ക്കൽ സ്വദേശിയായ ഷിനു മന്ത്രവാദത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ കൈക്കലാക്കി. പൂജയുടെ പേര് പറഞ്ഞ് പീഡിപ്പിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും നിരവധി സ്ത്രീകളുടെ പരാതി. നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് നമുക്ക് ആ ഒരു വഴങ്ങി കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. പൂജ ചെയ്യാനായിട്ട് അകത്ത് കയറ്റിയിട്ട് അങ്ങനെയായിരുന്നു. അന്ന് അകത്ത് കയറുമ്പോഴത്തേനും പുള്ളിക്കാരൻ്റെ മുഖവും രീതിയെല്ലാം അങ്ങ് മാറും. ഇവിടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോഴും പുള്ളിക്കാരൻ സംസാര രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ കൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ ബന്ധപ്പെടുന്ന ആൾക്ക് 10 വയസ്സ് കൂടുതൽ ആയുസ് ലഭിക്കും. പോക്സോ കേസിൽ അറസ്റ്റിലായ വ്യാജ സ്വാമി ഷിനു നിലവിൽ റിമാൻഡിലാണ്. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 9 ഉയർന്നു. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അട്ടിമറി അല്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അന്വേഷണത്തിന് ഉത്തരവിട്ട് ലഫ്റ്റനന്റ് ഗവർണർ. പൊട്ടിത്തെറി ഉണ്ടായത് ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീർ സന്ദർശിച്ചേക്കും. ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ ഫരീദാബാദ് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത ഡൽഹി പോലീസ്. യൂണിവേഴ്സിറ്റിയിലെ 2 ഡോക്ടേഴ്സ് കൂടി കസ്റ്റഡിയിലായി. സ്ഫോടനത്തിന് നിർദ്ദേശം നൽകിയത് പിടിയിലായ ഡോക്ടർ ആദിൽ റാത്തറിന്റെ സഹോദരൻ എന്ന വിവരം. മുസഫർ റാത്തറിന്റെ പാക് ബന്ധത്തിനും തെളിവ്. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി NDA. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും. വൻ തോൽവിക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ രാഷ്ട്രീയം വിട്ടു. BJPയുടെ 90% സ്ട്രൈക്ക് റേറ്റ് അവിശ്വസനീയമെന്ന് KC വേണുഗോപാൽ. അച്ചടക്ക ലംഘനത്തിന് സസ്പെൻഡ് ചെയ്ത മുൻ കേന്ദ്രമന്ത്രി RK സിംഗ് BJPയിൽ നിന്ന് രാജിവെച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. നീക്കം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ CPIM-ഉം കോൺഗ്രസും ആവശ്യപ്പെട്ടു. നീട്ടിവെക്കാൻ തീരുമാനിച്ചാൽ എതിർക്കില്ലെന്ന് BJP. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് തിരിച്ചടി. മുട്ടട ഡിവിഷൻ സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല. മേൽവിലാസത്തിലെ പിഴവിനെ തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കി. പരാതി നൽകിയ CPM-നെ പരാജയ ഭീതി എന്ന വൈഷ്ണ. ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിലും അത് പുള്ളിയുടെ മാത്രം ഒരു പരാതിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത്രയധികം പ്രഷർ കോർപ്പറേഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ ബാക്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യമേ നമ്മൾ ജയിക്കുമെന്നുള്ളൊരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഒരു 25 വർഷം കൊണ്ട് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ അത് പോകുമ്പോൾ ഉള്ളൊരു ടെൻഷൻ അവർക്ക് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. വൈഷ്ണ സുരേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തി നൽകിയ മേൽവിലാസത്തിലെ പിഴവുണ്ടായി. ഇന്നലെ സ്പീഡ് പോസ്റ്റായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലും വീണ്ടും തെറ്റ് സംഭവിച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF 4 സ്ഥാനാർത്ഥിയായിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. നിലവിലെ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് മേയർ സ്ഥാനാർത്ഥി. മുൻ ഡെപ്യൂട്ടി കളക്ടർ അനിതകുമാരി മാത്തോട്ടം വാർഡിൽ മത്സരിക്കും. എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആക്ഷേപം ഉന്നയിച്ച് കോൺഗ്രസ് നേതാക്കൾ AICCക്ക് പരാതി കൊടുത്തു. ലോക്സഭയിൽ ഹൈബി ഈഡനെതിരെ മത്സരിച്ച 2020 നേതാവ് ആന്റണി ജൂഡിയെ കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി. തൃക്കാക്കരയിൽ തർക്കങ്ങൾ പരിഹരിച്ച് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിലെ CPM-ന്റെ മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ BJPയിൽ ചേർന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. കാസർഗോഡ് പനത്തടി CPM മുൻ ഏരിയ കമ്മിറ്റി അംഗം RC രജനി BJPയിൽ ചേർന്നു. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. ഇപ്പോഴും വളരെ ദുരിതത്തിൽ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള അർഹതപ്പെട്ട ആളുകൾ പുറത്തു നിൽക്കുകയും അനർഹരായിട്ടുള്ള ആളുകൾ ഇത് വാങ്ങിക്കുകയും ചെയ്യുന്നപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരേ മനസ്സോടുകൂടി നമ്മളെ ഒറ്റപ്പെടുന്ന ഒരു സമീപനം ഉണ്ടായി. തീർച്ചയായും ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ഇടുക്കിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് CPM പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടി വിട്ടു. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് K ജേക്കബ് സ്വതന്ത്രനായി മത്സരിക്കും. പാലക്കാട് വടക്കഞ്ചേരിയിലും കിഴക്കഞ്ചേരിയിലും CPM-നെതിരെ UDF പിന്തുണയോടെ വിമതര പോരാട്ടത്തിന്. കിഴക്കഞ്ചേരിയിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ CPM മുൻ ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ K ബാലൻ മത്സരിക്കും. വടക്കഞ്ചേരിയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന ഗംഗാധരനും സ്വതന്ത്രനായി മത്സരിക്കും.
എറണാകുളം കളമശ്ശേരിയിൽ കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റായിരുന്ന അൻവർ ഞക്കട കളമശ്ശേരി നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിയാകും. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂർ കോൺഗ്രസിൽ വീണ്ടും രാജി. DCC ജനറൽ സെക്രട്ടറി രവി ജോസ് താണിക്കൽ രാജിവെച്ചു. കോഴിക്കോട്ട് BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ തർക്കം. സിറ്റിംഗ് കൗൺസിലേഴ്സിനെ മുഴുവൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് പരാതി. BJP ജില്ലാ നേതാക്കൾ രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തിയെന്ന് കോർ കമ്മിറ്റിയിൽ ആരോപണം. വയനാട് മുള്ളംകൊല്ലിയിൽ മുസ്ലിം ലീഗ് അംഗം കോൺഗ്രസിൽ ചേർന്നു. മുനീർ ആച്ചിക്കുളത്ത് 19ാം വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. ആലപ്പുഴ രാമങ്കരിയിൽ CPI മത്സരത്തിന് കളമൊരുങ്ങി. CPMന് എതിരെ 7 സ്ഥാനാർത്ഥികളെ CPI പ്രഖ്യാപിച്ചു. കുമാരപുരം പഞ്ചായത്തിലെ 5 സീറ്റുകളിലും CPI ഒറ്റയ്ക്ക് മത്സരിക്കും. രാമങ്കരിയിൽ CPI ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി ചർച്ചകൾക്ക് വിട്ടുവീഴ്ചയോടുകൂടി CPI തയ്യാറായിട്ടും തികഞ്ഞ അഹങ്കാരത്തോടു കൂടിയുള്ള നിലപാടാണ് CPM സ്വീകരിച്ചത്. ഇപ്പോൾ CPIക്ക് രാമങ്കരിയിൽ നല്ല സ്വാധീനമുള്ള ഒരു പാർട്ടിയോട് ഒരു സീറ്റ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞതോടുകൂടി ചർച്ച ഞങ്ങൾ അവസാനിപ്പിച്ചു. CPMന് വലിയ നഷ്ടം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPIയുമായി പ്രശ്നങ്ങളില്ലെന്നും രാമങ്കരിയിലെ അടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ. പരസ്പരം മത്സരിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. പരസ്പരം അങ്ങോട്ട് ഒരാൾ ഒരു ഘടകകക്ഷിക്കുള്ള സീറ്റിൽ വേറെ ആൾ മത്സരിക്കാണ്. അത് പറ്റിയില്ല. LDF ഒറ്റക്കെട്ടാണ്. രാമങ്കരി അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. അതാത് വാർഡിലെ സഹാക്കൾ നിർദ്ദേശിക്കുന്ന അവിടെ ജയസാധ്യതയുള്ള നോക്കി നിർദ്ദേശിക്കുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായി കൊടുക്കുന്നത്. കൊല്ലം CPIയിലെ വിഭാഗീയതയിൽ വീണ്ടും നടപടി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം A. ഗ്രേഷ്യസിനെ പുറത്താക്കി. PM ശ്രീ പദ്ധതിയെ ചൊല്ലി മന്ത്രി V. ശിവൻകുട്ടിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള പോര് അവസാനിക്കുന്നു. തർക്കം തുടർന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന വിലയിരുത്തൽ. എതിർപ്പ് തുടരേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആ ഏറ്റുമുട്ടലൊന്നും തുടരേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ പൊതുവായ അഭിപ്രായം. എന്തിനോ വെറുതെ ആവശ്യമില്ലാതെ കഴിഞ്ഞ അജണ്ടയെ പറ്റി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേരള ഘടകത്തിന് വിമർശനം. വിഷയം ഉന്നയിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ. ജനറൽ സെക്രട്ടറിയെ പോലും ഇരുട്ടിൽ നിർത്തിയെന്ന് വിമർശനമുയർന്നു. ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്ത് അണിയറ പ്രവർത്തകർ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തു. ധ്വജപ്രണാമം, ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം, രാഖി രംഗങ്ങൾ എന്നിവ ഒഴിവാക്കാനുള്ള നിർദ്ദേശത്തിനെതിരെയാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി ശരിക്കും നീതിയുടെ കൂടെ നിന്നു. പക്ഷെ ഞങ്ങളെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അദ്ദേഹം മോശപ്പെട്ടൊരു അഡ്വക്കേറ്റ് അല്ല, വളരെ സീനിയർ ആയിട്ടുള്ള നല്ല അഡ്വക്കേറ്റാണ്. പക്ഷെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും വെച്ചിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് ഒരു മതവികാരം വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ആ സീനിൽ ഉണ്ടാവും എന്നുള്ളത് ചെക്ക് ചെയ്യാം. കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കയറിയതാണ് ഇപ്പോൾ ഈ വിഷയങ്ങളുണ്ടായിട്ടുള്ളത്. 2 മാറ്റങ്ങൾക്ക് തയ്യാറെന്ന അഭിഭാഷകൻ അറിയിച്ചത് പിഴവെന്ന സംവിധായകൻ. തൃശൂരിലെ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ തിങ്കളാഴ്ച മുതൽ സമ്പൂർണ്ണ ഗതാഗത നിയന്ത്രണം. കുമ്മാട്ടിയിൽ കലിങ്കിന്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് നിയന്ത്രണം. ഗതാഗതം പുനഃസ്ഥാപിക്കുക അറ്റകുറ്റപ്പണികൾ പൂർത്തിയായ ശേഷം. ട്രെയിൻ യാത്രികരുടെ സ്വർണം കവർന്ന 4 പ്രതികൾ കോഴിക്കോട് പിടിയിലായി. 50 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കവർന്നത് ഹരിയാന സ്വദേശികൾ. കവർച്ച നടന്നത് ഈ മാസം 13-ന് ചെന്നൈ മംഗലാപുരം ട്രെയിൻ മെയിലിൽ. പളനി കൊടൈക്കനാൽ റോഡിൽ കാട്ടാനിറങ്ങി. കാട്ടാനാക്രമണത്തിൽ നിന്ന് യാത്രാ സംഘം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാറുമായി കോട്ടയത്തെ തെളിവെടുപ്പ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും പ്രതി മദ്യപിച്ച ബാറിലും എത്തിച്ച് തെളിവെടുത്തു. പ്രതിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ CN വിജയകുമാരിയെ പുറത്താക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. PhD പ്രവേശന ഘട്ടത്തിൽ തന്നെ ഡീൻ CN വിജയകുമാരി ബിബിനെതിരെ രംഗത്ത് വന്നിരുന്ന സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. മംഗലാപുരത്ത് മലയാളി വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. കാണാതായത് ആയുഷ് ക്യാമ്പസിലെ 2ാം വർഷ ബാച്ചലർ ഓഫ്
നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് വിദ്യാർത്ഥി മാലിക് സ്കൂട്ടറും എടുത്ത് പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. കർണാടകയിലെ മംഗളൂരുവിൽ തെരുവുനായുടെ ആക്രമണത്തിൽ മരണം. 60-കാരനായ ദയാനന്ദാണ് മരിച്ചത്. റോഡരികിൽ കിടന്നുറങ്ങിയായിരുന്ന ഇയാളെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴയിലെ അരൂരിൽ ഗർഡർ വീണുണ്ടായ അപകടത്തിന് പിന്നാലെ അടിയന്തര സുരക്ഷാ ഓഡിറ്റ് നടത്താൻ ദേശീയപാത അതോറിറ്റി. സമഗ്ര സുരക്ഷാ ഓഡിറ്റിന് പൊതുമേഖലാ സ്ഥാപനമായ റൈസ് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി. അപകടത്തിൽ മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് നിർമ്മാണ കമ്പനിയുടെ സഹായധനം കൈമാറി. തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ കാട്ടാന വീട് ആക്രമിച്ചു. സ്റ്റാൻമോർ റെസിഡന്റിന് സമീപത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് ആക്രമണം ഉണ്ടായത്. പ്രദേശവാസി പാർവതിയുടെ വീടിന്റെ അടുക്കളയുടെ ഭാഗം തകർത്തു. ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. ഇനി മറ്റു ചില വാർത്തകളിലേക്ക് വിശദമായി. പളനി കൊടൈക്കനാൽ റോഡിൽ കാട്ടാന ഇറങ്ങി. കാട്ടാന ആക്രമണത്തിൽ നിന്ന് യാത്രാസംഘം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാട്ടാന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. ഇവർക്കൊന്നും പേടിയില്ലെന്ന് മനസ്സിലായി. കാട്ടകരി പതിവ് കാഴ്ചയാണല്ലോ റോഡിലൊക്കെ ഇപ്പൊ കാട്ടാന. കാട്ടാനയ്ക്ക് മതിയായി പോവുക. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, എപ്പോഴാണ് ഈ സംഭവം? ആളുകൾ ആരാണ് ഈ യാത്രക്കാർ ഈ ആനയോട് സംവദിക്കുന്നത് കണ്ടത്? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊടൈക്കനാലിലേക്ക് പോയിരുന്ന സഞ്ചാരികളാണ്. അവർ പളനിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് വനപാതയാണ്. ആ മേഖലയെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ നിരന്തരം വന്യമൃഗ ശല്യമുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു കാട്ടാന ഇറങ്ങി വരുന്ന അവസ്ഥയുണ്ടായത്. മലയാളി സഞ്ചാരികളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മലയാളം സംസാരിക്കുന്നത് കൃത്യമായിട്ടുണ്ട്. എന്തായാലും കാട്ടാന റോഡ് മുറിച്ചു കിടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അത് പാഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് എത്തിയത്. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. എന്തായാലും നിരന്തരം ഇത്തരത്തിലുള്ള കാട്ടാന പ്രശ്നം നേരിടുന്ന, കാട്ടാന മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളും ഇറങ്ങുന്ന വനപാതയാണിത്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആലോചനയിൽ പ്രത്യേക അന്വേഷണ സംഘം SIT നോട്ടീസ് നൽകിയിട്ടും എ പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിലാണ് SITയുടെ പുതിയ നീക്കം. സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഭാരവാഹികൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. പിന്നാലെ എ പത്മകുമാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. എന്നാൽ ഇതിന് രേഖാമൂലം മറുപടി നൽകാതെ ബന്ധുവിന്റെ മരണം മൂലമുള്ള അസൗകര്യം ഫോണിലൂടെ അറിയിച്ചുവെന്നാണ് SIT പറയുന്നത്. രണ്ടാമതും നോട്ടീസ് നൽകണോ അതോ അറസ്റ്റിലേക്ക് കടക്കണോ എന്നതാണ് SIT ആലോചിക്കുന്നത്. എ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക അനിവാര്യമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന എൻ വാസുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ തിങ്കളാഴ്ച അന്വേഷണ സംഘം അപേക്ഷ നൽകും. അതിനു മുൻപ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുക ലക്ഷ്യമിടുന്നുണ്ട്. എൻ വാസുവിനെയും എ പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും SIT ഉറപ്പിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത മിനിറ്റ്സ് രേഖകളിൽ സ്വർണ്ണക്കൊള്ളയിലെ എ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങളുമുണ്ട്. KP ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. ശബരിമല ശ്രീകോവിലിൽ നേരത്തെ പൂശിയ സ്വർണം, ദ്വാരപാലക ശില്പങ്ങളിൽ ഇപ്പോൾ പൂശിയ സ്വർണം എന്നിവയുടെ സാമ്പിൾ 17-ന് ശേഖരിക്കും. ഇതും തെളിവെടുപ്പിൽ കണ്ടെത്തിയിട്ടുള്ള സ്വർണവും ശാസ്ത്രീയ പരിശോധന നടത്തും. ഇതിന്റെ ഫലവും നിർണായകമാണ്. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സാലി ഇമ്മിനാണ്ടി, മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ ഇറമ്പയിൽ എന്നിവരാണ് രാജിവെച്ചത്. പനമരം പഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് നേതാക്കൾ പറയുന്നു. അത് ഞങ്ങളെ വാർഡിലെ സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോൾ ലീഗ് നേതൃത്വത്തോട് 2 മാസം മുമ്പേ പറഞ്ഞതാണ് 3 ആളുകളുടെ പേരെടുത്തിട്ട് കോൺഗ്രസിന് എല്ലാ കാലത്തും ശത്രുപക്ഷം പോലെ കാണുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നത്. അതൊരു വെല്ലുവിളി ആയിക്കൊണ്ട് തന്നെ ഞങ്ങള് എതിർത്ത ആളുകളെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. വാർഡിലെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴും കോൺഗ്രസ്സുകാരെ തഴയുക. ഒരു റോഡ് വരുമ്പോൾ കോൺഗ്രസ്സുകാർ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള റോഡുകൾ അവഗണിക്കുക. അങ്ങനെ നിരന്തരം കോൺഗ്രസിന് ഒരു ശത്രു പോലെ കാണുക. എല്ലാ ഇലക്ഷനിലും കോൺഗ്രസോടെ വിജയിക്കാന് വിജയിച്ചു കഴിഞ്ഞാലോ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു വെല്ലുവിളി ആയിക്കൊണ്ട് അത് ഞങ്ങളുടെ അഭിപ്രായത്തെ പരിഗണിക്കാതെ മാനിക്കാതെ കോൺഗ്രസിനെ എല്ലാ കാലത്തും ശത്രുവായി കാണുന്ന ആളുകൾ തന്നെ നിർബന്ധമാക്കി സ്ഥാനാർത്ഥിയാക്കി. അതിനുള്ള പ്രതിഷേധമാണ്. അത് ഈ ഇലക്ഷനിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, ഒരു മുന്നണി പിന്തുണക്കാത്ത ഒരു മുന്നണിയുടെ അല്ലാത്ത സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കൂ, വിജയിക്കൂ.
വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. സുർജിത്ത്, എന്താണ് ശരിക്കും സംഭവിച്ചത്? പറയൂ. SKN തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ആദ്യം അത് പൂതാടിയിൽ നിന്നായിരുന്നു. പൂതാടിയിൽ വാർഡ് അംഗങ്ങൾ തന്നെ രാജിവെക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പലയിടങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷയമായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുള്ളത്. ഇതിനിടയിലാണ് പനമരം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ നേരത്തെ ജില്ലാ നേതാവായിരുന്ന ആളുൾപ്പെടെ രാജിവെക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ രാജി നേതൃത്വം സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള സാലി ഇമ്മിനാണ്ടി, അതോടൊപ്പം തന്നെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുസ്തഫ ഇറമ്പയിൽ എന്നീ പ്രധാനപ്പെട്ട നേതാക്കളാണിപ്പോൾ രാജി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. പനമരം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ രാജി നൽകിയിരിക്കുന്നത്. 1-ാം വാർഡ് മുസ്ലിം ലീഗിനുള്ള വാർഡാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുല്യനിലയിലായിരുന്നു LDF ഉം UDF ഉം. അങ്ങനെ നറുക്കെടുപ്പിൻ്റെ ആനുകൂല്യത്തിലാണ് LDF ഭരണസമിതി അധികാരത്തിലെത്തിയത്. അവസാന ഘട്ടത്തിൽ LDFിലെ ഒരംഗം ഈ മുന്നണി സംവിധാനത്തിൽ നിന്ന് പുറത്തു പോയതിനെ തുടർന്ന്, JSS അംഗമാണ്, പുറത്തു പോയതിനെ തുടർന്ന് ഭരണസമിതി അട്ടിമറിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. പിന്നീട് മുസ്ലിം ലീഗിലെ ഭരണസമിതി അധ്യക്ഷയായി മുസ്ലിം ലീഗിലെ ഒരു ആളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് തങ്ങൾ പറഞ്ഞ ആളെയല്ല, തങ്ങൾ നിർദ്ദേശിച്ച ആളെയല്ല ആക്കിയത് എന്നുൾപ്പെടെയുള്ള ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തരത്തിലും കോൺഗ്രസിനെ പരിഗണിക്കാത്ത ആളെയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ആക്കിയത്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. കാരണം കോൺഗ്രസ് പ്രവർത്തകരടക്കം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവിടെ ഈ വാർഡ് കൃത്യമായ രീതിയിൽ തന്നെ UDF വിജയിക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും എന്നിട്ട് പോലും തങ്ങൾ നിർദ്ദേശിച്ച ആളുകളെ അത് അത്തരത്തിലൊരു പരിഗണന പോലും നൽകുന്നില്ല എന്നതാണ് ഇവരുടെ ആക്ഷേപം. എന്നും ഈ കോൺഗ്രസിനെതിരെ സംസാരിക്കുന്ന ഒരാളെയാണ് ഇത്തരത്തിൽ ആക്കിയത് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. അത്തരത്തിലുള്ള വിഷയം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാജി വെച്ച് പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാകുക, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്താനുള്ള കാരണം എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഈ രാജി അത് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇത് പലയിടത്തും സമാനമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. ഇപ്പോഴും LDF ഒരു പിടി മുന്നിൽ, സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ ഒരു പിടി മുന്നിൽ പ്രചാരണ രംഗത്തേക്ക് എത്തിയ ഘട്ടത്തിലാണ് കോൺഗ്രസിന് പലയിടത്തും UDFന് പലയിടത്തും പ്രഖ്യാപനം നടത്താൻ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോഴും വയനാട്ടിൽ നിലനിൽക്കുന്നത്. SKN. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. കാലിക്കറ്റ് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് കൺവീനർ പിന്മാറി. ചാൻസലറുടെ പ്രതിനിധിയായ ഡോക്ടർ ഇലുവാതിങ്കൽ D. ജമീസാണ് പിന്മാറിയത്. ഇനി സെർച്ച് കമ്മിറ്റിയിലെ UGCയുടെ പ്രതിനിധി മാത്രമേ ഉള്ളൂ. 24 ബ്രേക്കിംഗ് വാർത്തയുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ടെലഫോണിൽ. ഉമേഷ്, പറയൂ. കാലിക്കറ്റ് സർവകലാശാല VC നിയമനം അടിമുടി കുഴഞ്ഞു മറിയുകയാണ്. നേരത്തെ ആദ്യം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിൽ നിന്ന് സർവകലാശാല പ്രതിനിധിയായ A. സാബു പിന്മാറിയിരുന്നു. പക്ഷേ അത് കാര്യമാക്കാതെ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു നീക്കം നടന്നിരിക്കുന്നു. സെർച്ച് കമ്മിറ്റി കൺവീനറായി ഗവർണർ നിശ്ചയിച്ച പ്രതിനിധി ഇലുവാതിങ്കൽ D. ജമീസ് പിന്മാറിയിരിക്കുന്നു. അതായത് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വന്തം നിലയിൽ നിയമിച്ച കൺവീനർ സ്ഥാനത്ത് നിയമിച്ച ആളാണ് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഇതോടുകൂടി സെർച്ച് കമ്മിറ്റി എന്നുള്ളത് വളരെ പ്രതിസന്ധിയിലേക്ക് പോകും. ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ, അത് UGC പ്രതിനിധിയാണ്. ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെയും സ്വന്തമായി നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചതിനെതിരെയും സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി രാജ്ഭവന്റെ വിശദീകരണം തേടാൻ ഇരിക്കുമ്പോഴാണ് ഈ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഈ കൺവീനർ പറയുന്ന വിശദീകരണം, താൻ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ തൃശ്ശൂരിലെ സെന്റ് തോമസ് കോളേജിലെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ഒരു VC നിയമനം വരുമ്പോൾ താൻ അതിന്റെ കൺവീനർ ആയിരുന്നു കഴിഞ്ഞാൽ അത് ഫേവറിസം അടക്കം ആരോപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് താൻ പിന്മാറുന്നത് എന്നാണ് രാജ്ഭവനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രാജിക്കത്ത് അല്ലെങ്കിൽ പിന്മാറുന്നുള്ള ആവശ്യം രാജ്ഭവൻ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. എന്തായാലും കാലിക്കറ്റ് സർവകലാശാല VC നിയമനം നടത്താനുള്ള ചാൻസലറുടെ നീക്കം ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടി നേരിടുകയാണ്. എന്തായാലും കോടതിയിൽ ഇത് എന്ത് നിലപാട് ഇനി രാജ്ഭവൻ അറിയിക്കുമെന്നുള്ളത് നിർണായകമാണ്. എന്തായാലും സർവകലാശാല വിഷയത്തിൽ സർക്കാർ ഗവർണർ പോരൊരു ഭാഗത്ത് തുടരുമ്പോഴാണ് കൺവീനർ, അതായത് ഗവർണർ നിയമിച്ച കൺവീനർ തന്നെ പിന്മാറിയിരിക്കുന്നത്. തേരുത്സവ ആവേശത്തിൽ കൽപ്പാത്തി. രഥോത്സവത്തിന്റെ 2ാം ദിവസമായി ഇന്ന് ദേവരഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തി. ശിവമഹാഗണപതി രഥങ്ങളാണ് ഇന്ന് പ്രയാണം നടത്തിയത്. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം. രഥപ്രയാണത്തിന്റെ മനോഹര കാഴ്ചയോടെ ഇന്നത്തെ പ്രൈം ടൈം വിത്ത് SKN പൂർണ്ണമാകുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.
വേദപാരായണത്തോടെയാണ് മന്തക്കരയിലെ ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നാലെ മഹാഗണപതി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെത്തി അച്ഛൻ ശിവഭഗവാനോട് അനുവാദം തേടിയ ശേഷം 11:30 രഥാരോഹണവും തുടർന്ന് രഥപ്രയാണവും ആരംഭിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് രഥം വലിക്കാൻ ഇന്നും കൽപ്പാത്തിയിലേക്ക് എത്തിയത്. വ്രതമെടുത്ത് വർഷത്തിലെ കാത്തിരിപ്പിന് ശേഷമാണ് ഓരോരുത്തരും രഥപ്രയാണത്തിൽ ഭാഗമാകാൻ എത്തുന്നത്. ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് കാലമായിട്ട് കേട്ട് നടക്കാത്ത ഒരു ആഗ്രഹം ഇന്ന് നടന്നേക്കുകയാണ്. ഇതാണ് പൈതൃകമായിട്ടുള്ളത്. ഇത് കാണാൻ ഏറ്റവും രസമായിട്ടുള്ളതാണ്. വളരെ നല്ലൊരു അനുഭവമാണിത്. എപ്പോഴും ഉണ്ടാവാറുണ്ട്. വളരെ സന്തോഷം. അടിപൊളി എക്സ്പീരിയൻസ്. നമ്മുടെ ഗ്രാമമാണിത്. അപ്പോൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. വന്നാൽ ഞങ്ങൾക്കൊരു വൈബാ. സ്കൂള്, കോളേജ്, ഓഫീസ് എന്തായാലും ഒക്കെ ലീവ് എടുത്തിട്ട് വരും. മറ്റ് രഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മന്തക്കരയിലെ രഥം ഗ്രാമപ്രദക്ഷിണം നടത്തില്ല എന്നതാണ് പ്രത്യേകത. വൈകിട്ട് ശിവമഹാഗണപതിമാർ പ്രദക്ഷിണം നടത്തി. നാളെ രാവിലെ ലക്ഷ്മി നാരായണ പെരുമാളിന്റെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെയും രഥങ്ങൾ കൂടി അഗ്രഹാര വീതിയിലേക്ക് എത്തുന്നതോടെ കൽപ്പാത്തി അക്ഷരാർത്ഥത്തിൽ ആവേശത്തിമിർപ്പിലാകും. നാളെ വൈകിട്ട് 6 മണിയോടെയാണ് 5 രഥങ്ങൾ ഒരുമിക്കുന്ന പ്രശസ്തമായ ദേവരഥ സംഗമം. അഗ്രഹാര വീതികളെ ധന്യമാക്കി 2ാം ദിനത്തിലെ രഥപ്രയാണവും പൂർത്തിയായി. ഇനി ദേവരഥ സംഗമത്തിനായുള്ള കാത്തിരിപ്പാണ്. ക്യാമറമാൻ അനൂപ് നായർക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.